Hello, welcome back and welcome to my aesthetic PTSD journaling ideas part 2. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ പാർട്ട് 1 ആയിട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി അപ്പം അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് പേജിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഡിയ, പിന്നെ നമ്മൾ ലാസ്റ്റ് പേജിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഡിയ, പിന്നെ ബർത്ത്ഡേ സ്പ്രെഡ്, ഇങ്ങനെ 3 ഐഡിയാസ് ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നും നമുക്ക് ജേണലിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള ഐഡിയാസ് ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐഡിയ തന്നെ അബൌട്ട് മീ, അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് എഴുതാനുള്ള ഒരു സ്പേസ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എഴുതാ, നിങ്ങൾ എന്താണോ അത്. പിന്നെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പെൻ ഉണ്ടെങ്കിൽ സംഭവം എഴുതാൻ കഴിയുന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പിൻട്രസ്റ്റ് മോഡലായിട്ടുള്ള ഒരു സ്പ്രെഡ് ആണെന്ന്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ പ്രിന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ A4 പ്രിന്റിന് എടുക്കാൻ 10 രൂപയാണ് കേട്ടോ ആവണത്. അതേപോലെ തന്നെ ഞാൻ ആ പാറ്റേൺ പേപ്പർ എടുക്കുന്നതിന്റെ കൂടത്ത് ഇതേപോലെ കുറച്ച് ആൽഫബറ്റും കൂടി പ്രിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു വെച്ച പേപ്പറിന്റെ സെൻട്രലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യെല്ലോ പേപ്പറും കൂടി എടുത്തിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കണ ഇതേ മോഡൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അതായത് ഈ ഒരു യെല്ലോ പേപ്പറിന് പകരം നിങ്ങളെ കയ്യിൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ അത് മതി. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോ ചെയ്യുന്നത് ഒരു സിംഗിൾ പേജ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഡബിൾ പേജ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറിച്ചിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഷോർട്സിൽ 30 സെക്കൻഡിലും 40 സെക്കൻഡിലും ഒക്കെ കാണുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ലോങ് ആയിട്ട് കാണിച്ചു തരുന്നത്. ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി ടൈം ഒക്കെ എടുക്കുന്നുണ്ടാവും. സപ്ലൈസ് ഒക്കെ ഓൾറെഡി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ടൈം ഒന്നും എടുക്കൂല, എന്നാലും കുറച്ച് ടൈം ഒക്കെ എടുക്കും. ജേർണലിംഗ് ഒക്കെ ചെയ്യണവർക്ക് അറിയാലോ, നമുക്ക് അപ്പം തോന്നുന്ന മാതിരി ഇങ്ങനെ ഓരോന്ന് വെട്ടി മുറിച്ച് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മൾ ഷോർട്സിൽ ഒരു 30 സെക്കൻഡ് ചെയ്യുമ്പോൾ ഇത്രയും ടൈം ഒക്കെ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ ഇതേപോലെ കുറച്ച് സ്റ്റാറിന്റെ സ്റ്റിക്കർ ഒക്കെ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷമുള്ള ലുക്ക് വേറെ തന്നെയാണ്. ട്രസ്റ്റ് മീ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്റ്റാറിന്റെ സ്റ്റിക്കറിന് വെറും 5 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആ സെന്ററിൽ വെച്ചുള്ള പേപ്പർ നിങ്ങൾക്ക് കൂടുതൽ എഴുതണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത് കൂട്ടി കൊടുക്കുക. നടുവിലായിട്ട് ഞാനൊരു കവായി പെണ്ണിന്റെ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഫോട്ടോസ് ഒക്കെ സ്റ്റിക്കർ ആക്കിയിട്ടോ അതല്ലാതെ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാട്ടോ. ഞാൻ ആ ഒരു കവായി സ്റ്റിക്കറിന് കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സും കൂടി അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഐഡിയയും കൂടി കിട്ടിയില്ലേ ജേർണൽ ചെയ്യാനുള്ളത്. അടുത്തത് നമുക്ക് 2 പേജിലും കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ചെയ്യാം. അതായത് ഇപ്രാവശ്യം ചെയ്യുന്നത് ഒരു സെൽഫ് ലെറ്റർ ആൻഡ് ഫോട്ടോ എൻവലപ്പ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു യെല്ലോ കളർ പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് ട്രയാങ്കിൾ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഏതെങ്കിലും ഒരു കോർണറിന് കട്ട് ചെയ്തിട്ട് ഈ ഒരു എൻഡ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് മടക്കിയും കൂടി കൊടുക്കുക കേട്ടോ. ഇനി ഈ പേപ്പറിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഹാർട്ടിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാട്ടോ. ഫ്ലവറിന്റെ ടൈപ്പിലോ ട്രയാങ്കിളിലോ സർക്കിളിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിക്ക് മടക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ മാത്രം പശ തേച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കുറച്ചിങ്ങനെ ഒന്ന് പൊന്തി നിൽക്കണ മാതിരി ഉണ്ടാവും കേട്ടോ. ഇനി നെക്സ്റ്റ് പേജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം കളർ പേപ്പർ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കുകയാണ്. എൻവലപ്പ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉണ്ടാക്കുന്ന മെത്തേഡ് ഒന്ന് നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാനത് ഉണ്ടാക്കി വെച്ച് നോക്കിയപ്പോൾ കുറച്ച് വലുതാണ്. അതുകൊണ്ട് അത് വീണ്ടും അതൊക്കെ ഒന്ന് ഊരി കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി സെൽഫ് ലെറ്ററും കൂടി എഴുതണം. എഴുതുന്നത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എഴുതി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഓർമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ, മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അതിൽ എഴുതാട്ടോ. നിങ്ങൾക്ക് സങ്കടം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് വായിക്കാൻ പറ്റുള്ള ഒരു സെൽഫ് ലെറ്റർ എഴുതി കൊടുക്കുക. അത് ഇങ്ങനെ കേട്ടോ വെക്കേണ്ടത്. ഞാനിത് പേസ്റ്റ് ഒന്നും ചെയ്യണില്ല, അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ അതെടുത്തിട്ട് വായിക്കാം. ഇനി അതല്ല കുറേ കഴിഞ്ഞിട്ട് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി കൊടുക്കാനും പറ്റും.
പിന്നെ ഡെക്കറേഷനും വേണ്ടിയിട്ട് അടിയിൽ ഇതേപോലെ ഒരു കളർ പേപ്പറും കൂടി ജസ്റ്റ് കൈകൊണ്ട് കീറിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എൻവലപ്പിന്റെ ബാക്കിൽ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പേജിന്റെ മേലെയും ഇതേപോലെ കൈകൊണ്ട് കീറിയിട്ടുള്ള ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളെ കയ്യിൽ പഴയ ഫോട്ടോസ്, അതായത് നിങ്ങളെ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോ ഈ ഒരു 3 പിക്ചേഴ്സ് ആണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അതും ഞാൻ ഒന്നും പേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശയൊക്കെ തേച്ചിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിക്കുക. പക്ഷെ ഇങ്ങനെ ആവശ്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എടുക്കാലോ വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ കവായി സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നി. അതുകൊണ്ട് ഒട്ടിച്ചു കൊടുത്ത്, ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള സ്റ്റിക്കർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ജേണൽ ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടി കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. അടുത്ത ഐഡിയ എന്ത് പേരിട്ട് കറക്റ്റ് വിളിക്കണം എന്നൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ ഇട്ടൊരു പേരാട്ടോ ഡബിൾ പേജ് ജേർണലിംഗ് എന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഫോറിനേഴ്സിന്റെ ജേർണലിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പേജ് കീറിയിട്ടുള്ള ഐഡിയ. ഈ ഒരു ബുക്കിലെ പേജ് കീറാൻ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം ഒന്നാമത് ഈ ഒരു ബുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുക്കാണ്. രണ്ടാമത് അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പേജസ് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ പേജും കൂടി കീറാന്നൊക്കെ പറഞ്ഞാല്, പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറെ ആയി. അപ്പൊ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഇതേപോലെ കേറി കൊടുത്തിട്ടുണ്ട്. ഇത് പല ടൈപ്പിലും ചെയ്യാട്ടോ. ഇപ്പൊ ഉള്ളത് ഞാൻ കത്രികൊക്കെ വെച്ചിട്ട് കീറുന്നതാണ്. അതേപോലെ കൈ വെച്ചിട്ടൊക്കെ കീറിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്റെ കയ്യിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ചിട്ട് അന്നൊക്കെ കണ്ടിട്ടുള്ള വീഡിയോന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന്റെ ഐഡിയ വെച്ചിട്ട് ഇപ്പൊ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ സൈഡിലൊക്കെ ഞാൻ വീണ്ടും ആ സെയിം പേപ്പർ തന്നെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സൈഡിൽ എല്ലാ ഭാഗത്തും ഒട്ടിച്ചതാണ് കേട്ടോ. അത് ഈ വീഡിയോയിൽ അത്രക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ കാണിക്കണേ ഇല്ല. പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കുപ്പായ ഉണ്ടല്ലോ, അതിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 4 ഫ്ലവേഴ്സും കൂടി 4 സൈഡിലായിട്ടും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു കുപ്പായം ഇനി എന്തായാലും യൂസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒഴിവാക്കിയ കുപ്പായാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടായതുകൊണ്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് ആ ഒരു ഇതിൽ കൂടി കാണാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് ഞാനിത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ഇതെന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.